ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. നമസ്കാരം. തൃശൂരിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന പ്രഖ്യാപനത്തിൽ കെ മുരളീധരന്റെ അന്തിമ തീരുമാനം തിങ്കളാഴ്ച അറിയിക്കും. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നലെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച മാധ്യമങ്ങളിലൂടെ നിലപാട് അറിയിക്കുമെന്ന് മുരളീധരൻ വ്യക്തമാക്കിയത്. മുരളീധരൻ ഉന്നയിച്ച പ്രശ്നം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം നടത്തുമെന്നും കെ മുരളീധരനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും കെ സുധാകരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിരുന്നു. മുരളീധരൻ KPCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകളിൽ ഇത്തരം ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ലെന്നും KPCC അധ്യക്ഷ പദവി ഉൾപ്പെടെ ഏത് സ്ഥാനത്തേക്കും അദ്ദേഹം യോഗ്യനാണെന്നും ഒന്നും തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ ആവില്ലെന്നുമായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. തൃശൂരിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുരളീധരൻ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്ന് അദ്ദേഹം വിമർശിച്ചു. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയവും കോൺഗ്രസിന് കേരളത്തിലെ മികച്ച വിജയത്തിനിടയിലും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJP ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ട് ജയിച്ചു? കലാശക്കൊട്ടിന്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെ വെച്ചിട്ടല്ല പോകേണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി. അല്ല, അതിന്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് വന്നല്ലോ. അതില് 2ാം സ്ഥാനത്ത് വന്നതിൽ കുറെ അധ്വാനം തേറമ്പിൽ രാമകൃഷ്ണൻ കുറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും 2ാം സ്ഥാനത്ത്.